Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. RRB ഗ്രൂപ്പ് ഡിയിലെ റീസണിങ്ങിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, മാത്സ്, റീസണിങ് ഇതൊക്കെ നല്ല കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. എന്നാൽ അത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമുള്ള ഒരു ഏരിയയുമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഓരോ ടോപ്പിക്കുകൾ അറിഞ്ഞ് നല്ല രീതിയിൽ അത് പഠിക്കുക. ഓക്കെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റീസണിങ്ങിലെ ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. വളരെ സിമ്പിൾ ആണ്. അതിലെ 2-3 ടൈപ്പുകളുണ്ട് അല്ലെ. നമുക്ക് അതിനകത്ത് ചോദിക്കാവുന്ന അത്രയും ടൈപ്പുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിലെ ഒരു 2-3 ടൈപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ക്ലോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, എന്താ, ഒരു ക്ലോക്കിൽ എത്ര ഡിവിഷൻസ് ആണുള്ളത്? 12 ഡിവിഷൻ, 12 ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് നോക്കിയേ. അപ്പൊ ഇത് മൊത്തം നമുക്കറിയാമല്ലോ, ഒരു സർക്കിൾ, ഒരു വട്ടം എന്ന് പറയുമ്പോൾ, ഒരു വൃത്തം എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് അല്ലെ. 360 ഡിഗ്രി ഉണ്ട് ഇത് മൊത്തത്തിൽ. ആ 360 ഡിഗ്രി ഉള്ളതിനെയാണ് നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 360-നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് 30 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ദാണ്ടെ ഈ ഒരു ഇത് 30 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പൊ അതിനകത്തും എന്താ നമുക്കറിയാം, 12 തൊട്ട് 1, ഇതിനകത്ത് നമുക്ക് എന്താ 5 ഡിവിഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ അല്ലെ. അപ്പം ഇതിനകത്ത് പ്രധാനമായും നമ്മൾ 2 സൂചികൾ പഠിക്കുന്നതാണ്, മണിക്കൂർ സൂചിയും അതേപോലെ തന്നെ മിനിറ്റ് അല്ലെ, മിനിറ്റിന്റെ സൂചിയും നമുക്ക് പഠിക്കണം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ കോൺ അളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. നോക്കിയേ, നമ്മളുടെ മണിക്കൂർ സൂചി അല്ലെ, അവർ ആൻഡ് എന്ന് പറയുന്നത് 2 ആൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു അവർ ആൻഡ് ഉണ്ട്, മിനിറ്റ് ആൻഡ് അല്ലെ. അപ്പൊ ഈ മിനിറ്റ് സൂചി നിങ്ങളൊന്ന് ആലോചിക്കുക, 1 മണിക്കൂറിൽ എത്ര ഡിഗ്രിയാ തിരിയുന്നത്? 1 മണിക്കൂർ കൊണ്ട് ഇത് നമ്മുടെ മിനിറ്റ് ആൻഡ് ഇങ്ങനെ 12, 1 ഇങ്ങനെ തിരിഞ്ഞ് എത്ര മണി? ഈ ഒരു ചുറ്റും അല്ലെ, അതായത് 360 ഡിഗ്രി അത് തിരിയുന്നുണ്ട്. അപ്പം 1 മണിക്കൂറിൽ എത്ര? 360 ഡിഗ്രിയാണ് അത് തിരിയുന്നത്. ക്ലിയർ അല്ലേ? ഇനി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, 60 മിനിറ്റില് 360 ഡിഗ്രി തിരിയുന്നു എന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റിൽ 360 ഡിഗ്രി തിരിയുമെങ്കിൽ 1 മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്? 360/60 അല്ലെ, 6 ഡിഗ്രി. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ്, ഏത് ഹാൻഡാണ്, ഏത് സൂചിയാണെന്നുള്ളതും കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. അതായത് മിനിറ്റ് സൂചിയുടെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. മിനിറ്റ് സൂചി 1 മിനിറ്റില് 6 ഡിഗ്രി തിരിയും. നിങ്ങൾക്ക് നമ്മൾ തുടങ്ങിയത് മനസ്സിലായല്ലോ. മിനിറ്റ് സൂചി നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ പോകുക അല്ലെ. 1 മണിക്കൂറിൽ ഇങ്ങനെ 12 ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 1 മണിക്കൂറിൽ അത് 360 ഡിഗ്രി തിരിയുമെന്ന്. 1 മിനിറ്റിലാണെങ്കിലോ, 1 മിനിറ്റിന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളതാണ്ട് ഇവിടെ നിന്ന് ഇവിടെ എത്തും അല്ലെ. അതായത് ഒരു ഡിവിഷൻ, ഇത് മൊത്തത്തിൽ 30 ആണെങ്കിൽ അതിനെ 5 ഡിവൈഡ് ചെയ്താൽ 6 ആണെന്ന് നമുക്കറിയാം. അതാണ് ഈ പറഞ്ഞതും അല്ലെ. മിനിറ്റ് സൂചി 1 മിനിറ്റില് 6 ഡിഗ്രി തിരിയും. ഇത് മറക്കരുത്. ക്ലിയർ ആണോ? ഏത് സൂചിയാണ്? മിനിറ്റ് സൂചി 1 മിനിറ്റില് 6 ഡിഗ്രി വെച്ചാണ് തിരിയുന്നത്. അങ്ങനെയാണ് 2 മിനിറ്റിൽ എത്ര ആയിരിക്കും? 2 × 6 12 ഡിഗ്രി. ഇനി 5 മിനിറ്റിൽ എത്ര ആയിരിക്കും? 5 × 6 30 ഡിഗ്രി അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത്. മിനിറ്റ് സൂചി 1 മിനിറ്റില് 6 ഡിഗ്രി തിരിയുന്നു. അതേപോലെ തന്നെ അവർ ആൻഡ് എടുത്തേ. അവർ ആൻഡിന്റെ കേസിൽ എന്താണ് നമുക്കറിയാം? 1 മണിക്കൂറിൽ അവർ ആൻഡ്, ഓക്കെ, ഞാൻ മണിക്കൂർ സൂചിയാ പറയാം. നമുക്കറിയാം, ഇപ്പൊ താണ്ട 1 മണിട്ട് 2 മണിയാകുമ്പോൾ എന്താണ്ട് അത് ഇത്രയും തിരിയത്തില്ലേ? ഈ 30 ഡിഗ്രി തിരിയും അല്ലെ. അപ്പൊ 1 മണിക്കൂറിൽ ഇത്രയുമാ തിരിയുന്നത്. ഇങ്ങനെ അടുത്ത 1 മണിക്കൂർ ആകുമ്പോ ഇങ്ങനെ. ക്ലിയർ ആണോ? അടുത്തതാകുമ്പോ ഇങ്ങനെ അല്ലെ. അപ്പൊ 1 മണിക്കൂറിൽ എത്ര ഡിഗ്രിയാ തിരിയുന്നത്? 30 ഡിഗ്രി തിരിയും. അപ്പൊ 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയുന്നുണ്ട്. ഏത് ഹാൻഡ്? അവർ ഹാൻഡ്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. രണ്ടാമത് പഠിക്കേണ്ടത് ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം 1 മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ്. 60 മിനിറ്റിൽ അപ്പൊ നമുക്ക് പറയാം 30 ഡിഗ്രി. അതായത് ജസ്റ്റ് ഇതിനെ വേറെ രീതിയിൽ എഴുതുന്നുള്ളൂ. 1 മണിക്കൂർ 30 ഡിഗ്രി തിരിയുന്നു എന്ന് വെച്ചാൽ 60 മിനിറ്റിൽ 30 ഡിഗ്രി തിരിയുന്നു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 30/60 എന്ന് വെച്ചാൽ 1/2. അതായത് 1 മിനിറ്റില് 1/2 ഡിഗ്രി അല്ലെ, 1/2 ഡിഗ്രി തിരിയുന്നു. ഏത് ഹാൻഡ്? അവർ ഹാൻഡ്. മണിക്കൂർ സൂചി, അപ്പൊ ഈ രണ്ടും തിരിഞ്ഞു പോരുത്.
മണിക്കൂർ സൂചി, അതായത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ഉണ്ടല്ലോ, മണിക്കൂർ സൂചി വളരെ പതുക്കെയല്ലേ മൂവ് ചെയ്യുന്നത്, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. 1 മിനിറ്റ് കഴിയുമ്പോൾ മണിക്കൂർ സൂചി 1/2 ഡിഗ്രിയാ തിരിയുന്നത്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? ഞാൻ മിനിറ്റിന്റെ സൂചി പറഞ്ഞെങ്ങനെ, മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുന്നു. ഇനി മണിക്കൂർ സൂചിയാണെങ്കിൽ 1 മണിക്കൂറിൽ അത് 30 ഡിഗ്രി തിരിയുന്നു. അതുപോലെ തന്നെ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയുന്നു. ഓക്കെ, മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി, 1 മണിക്കൂറിൽ 30 ഡിഗ്രി. ഇനി മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി. ഈ 3 ഡേറ്റയും നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. ഇത് ഇങ്ങനെ കൂടുതൽ എഴുതി വെച്ചാൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാം, മറന്നുപോയാലും ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഓർക്കാം. നമുക്ക് ഞാൻ ഈ ബോക്സിലിട്ട ഈ 3 കാര്യങ്ങൾ മാത്രം മതി. ക്ലിയർ ആണോ? ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾ മൂവ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഫ്രം 10:10 to 10:30. നോക്കിയേ, 10:10 മുതൽ 10:30 വരെ മിനിറ്റ് സൂചി ചലിക്കുന്ന കോൺ കണ്ടെത്തുക. അതായത് ഒരു സമയം 10:10 നിന്ന് 10:30 ആയി. അപ്പം നമ്മുടെ മിനിറ്റ് സൂചി ഉണ്ടല്ലോ, മിനിറ്റ് സൂചി എത്ര ആംഗിൾ ആണ്, എത്ര ആ ഒരു കോൺ അത് തിരിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഏത് സൂചിയാണ്, ഏത് സൂചി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്നുള്ള ചോദ്യം ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി മിനിറ്റ് ഹാൻഡ് അല്ലെ, മിനിറ്റ് സൂചിയുടെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഏതാണ്? മിനിറ്റ് സൂചി 1 മിനിറ്റില് എത്ര ഡിഗ്രി തിരിയുമെന്ന് നമുക്കറിയാം, 6 ഡിഗ്രി തിരിയുമെന്ന് നമ്മളിപ്പോ പഠിച്ചു മിനിറ്റ് സൂചി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്തേ 10:10 മുതൽ 10:30 വരെ എത്ര ആ ഒരു ടൈം ഗ്യാപ്പ് നോക്കിയേ. 10:10 തൊട്ട് 10:30 വരെ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണുള്ളത് അല്ലെ. അപ്പം 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയുമെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ആ മണിക്കൂർ സൂചി എത്ര തിരിഞ്ഞിട്ടുണ്ടായിരിക്കും? 20 × 6 120 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ 120. മനസ്സിലായോ? അപ്പോൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ഏത് സൂചിയാണെന്നുള്ളതും ആ പോയിന്റ്. മിനിറ്റ് സൂചിയുടെ കാര്യമാണ് പറഞ്ഞത്, 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. ഓക്കെ, അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, അത് 20 മിനിറ്റ്. അങ്ങനെ 120 ഡിഗ്രി തിരിഞ്ഞു. മനസ്സിലായോ? അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ആംഗിൾ മൂവ്ഡ് ബൈ അവർ ആൻഡ് വെൻ ഇറ്റ് മൂവ്സ് ഫ്രം 12 o'clock to 5:10. അതായത് മണിക്കൂർ സൂചി 12 മണി മുതൽ 5:10 വരെ നീങ്ങുമ്പോൾ ചലിക്കുന്ന കോൺ അളവ് എത്ര എന്നാ ചോദിക്കുന്നത്. അതായത് 12 മണിന്ന് 5:10 വരെ മൂവ് ചെയ്തു അല്ലെ. അപ്പം ഏത് സൂചിയ? മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്? മനസ്സിലായോ? നേരത്തെ പോലെ തന്നെ നമുക്ക് ടൈം ഗ്യാപ്പ് കണ്ടുപിടിക്കാം. എത്ര? 12 മണി. ആദ്യം നമുക്ക് 12 തൊട്ട് 5 മണി വരെ കണ്ടുപിടിക്കാം. 12 തൊട്ട് 5 മണി വരെ എത്ര മണിക്കൂറാ? 5 മണിക്കൂർ അല്ലെ. 5 മണിക്കൂറുണ്ട്. പിന്നെ 5 തൊട്ട് 5:10 വരെ 10 മിനിറ്റും ഉണ്ട്. അപ്പൊ 5 മണിക്കൂറും 10 മിനിറ്റും ഇപ്പൊ മൂവ് ചെയ്തത് അല്ലെ. അപ്പൊ ഏത് സൂചിയ? മണിക്കൂർ സൂചി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് മണിക്കൂർ സൂചിയുടെ കേസിൽ 1 മണിക്കൂറിൽ അത് 30 ഡിഗ്രി തിരിയുമെന്നും, മണിക്കൂർ സൂചി അല്ലെ, ആ കൊച്ചു സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. അതുപോലെ തന്നെ 1 മിനിറ്റിലാണെങ്കിൽ 1/2 ഡിഗ്രി തിരിയുമെന്നും നമ്മൾ പഠിച്ചു. അപ്പം 5 മണിക്കൂർ, ഇത് രണ്ടും ഏത് സൂചിയ തിരിഞ്ഞത്? മണിക്കൂർ സൂചിയുടെ കേസാ പറയുന്നത്. 5 മണിക്കൂർ കൊണ്ട് അപ്പൊ എത്ര വരുന്നത്? 5 × 30 അല്ലെ, 150 ഡിഗ്രി. അതേപോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയുമെങ്കിൽ 10 മിനിറ്റിൽ എത്ര തിരിയും? 10/2 5 ഡിഗ്രി തിരിയും അല്ലെ. അങ്ങനെ മൊത്തത്തിൽ 150ഉം 5ഉം കൂടെ ചേർത്ത് 155 ഡിഗ്രിയാണ് തിരിയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പ് 5 മണിക്കൂറും 10 മിനിറ്റുമാണ്. 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് 5 × 30 150 ഡിഗ്രിയാണ് തിരിയുന്നത്. ഇത് ഇനി മിനിറ്റ് പറയുമ്പം 1 മിനിറ്റിൽ 1/2 ഡിഗ്രി തിരിയും. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 10/2 5 ഡിഗ്രി തിരിയും. രണ്ടും കൂടെ ചേർത്ത് 155 ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്. ഓപ്ഷൻ എ 155. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡേറ്റ വെച്ച് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ക്ലോക്കിൽ ചോദിക്കുന്ന അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? സമയം 7:40, കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം കാണുക. അതായത് മിറർ ഇമേജ്. അതായത് നമ്മൾ ഈ ഒരു ക്ലോക്ക് ഒരു മിററിനെ, ഒരു കണ്ണാടിയെ ഫേസ് ചെയ്താൽ കണ്ണാടിയിൽ ആ സമയം, ആ കണ്ണാടിയിൽ അതിന്റെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എന്താണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഒരു സമയം തന്നിട്ട്
പ്രതിബിംബ സമയം അല്ലെങ്കിൽ മിറർ ഇമേജ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 11 മണി വരെ, അതായത് 1 തൊട്ട് 11 മണി വരെയുള്ള ഏത് സമയം തന്നിട്ട് ചോദിച്ചാലും നിങ്ങൾ 11:60 നിന്ന് കുറയ്ക്കുക. ഓക്കെ, 11 മണി വരെയുള്ള, അതായത് 1 തൊട്ട് 11 മണിയുടെ ഏതൊരു സമയം തന്നിട്ട് നമ്മളോട് ചോദിച്ചാലും 11:60. 11:60 12 മണിക്കൂർ, അതിനെയാണ് നമ്മൾ എഴുതിക്കുന്നത്. 12 11 മണിക്കൂറും പിന്നെ 1 മണിക്കൂറൂടെ അല്ലേ, അതിന് 60 മിനിറ്റ് എന്നുള്ള രീതിയിൽ 11:60 നിന്ന് കുറയ്ക്കുക. ഇത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്താ തന്നിരിക്കുന്ന സമയം 7:40. അപ്പൊ നമ്മുടെ 7:40 11 വരെയുള്ള സമയത്തിനകത്ത് വരുന്നില്ലേ? അപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7:40 ഇതിൽ നിന്ന് കുറയ്ക്കുക. 2, 3. ക്ലിയർ ആണോ? ആൻസർ എന്ത് വരും? 3:20. മനസ്സിലായോ? അപ്പൊ 11 വരെയുള്ള ഏത് സമയം ചോദിച്ചാലും 11:60 നിന്ന് കുറയ്ക്കാം. അതേപോലെ ഇനി 11 മുതൽ 11 കഴിഞ്ഞില്ല, അതായത് 11 തുടങ്ങുന്നതോ അല്ലെങ്കിൽ 12 മണി, അതിൽ അതുകൊണ്ടല്ലോ ഉള്ളു 11 12 ആ ഒരു ടൈമിലുള്ള സമയങ്ങളാണ് ക്വസ്റ്റ്യനിലെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കാം. നമ്മളിവിടെ ഞാൻ 11:60 12 എന്ന് പറഞ്ഞില്ലേ, 12 മണിക്കൂർ, അതിനല്ലേ നമ്മൾ 11:60 എന്ന് എഴുതിയേക്കുന്നത്. അതേപോലെ തന്നെ 24 മണിക്കൂർ, അതിനെയാണ് 23:60 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം 11 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും സമയമാണെങ്കിൽ, അതായത് 11 12 അതുകൊണ്ട് തുടങ്ങുന്ന സമയമാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കുക. മിറർ ഇമേജ് അല്ലെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം അതുമായിട്ട് ബേസ് ചെയ്ത ചോദ്യമാണെങ്കിൽ തന്നിരിക്കുന്ന ഏത് സമയമാണോ 11 വരെയുള്ള സമയമാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ 23:60 നിന്നും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, സമയം 1:15 കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര ആണ്? അല്ലെ, 1:15 തന്നേക്കുന്നത് എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കുക. എത്ര വരും? 10:45 അല്ലെ, 10:45 ആയിരിക്കും ഉത്തരം. അടുത്ത ചോദ്യം, സമയം 12:20 കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ്? അപ്പൊ 12:20 ഞാൻ പറഞ്ഞു 11 വരെയുള്ളതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കാൻ പറഞ്ഞു. 11 കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലോ 23:60 നിന്ന് കുറയ്ക്കുക. അപ്പൊ ഈ സമയം എത്ര? 12:20. കുറച്ചേ, എത്ര കിട്ടും? 11:40. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം, ഒരു ക്ലോക്ക് കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോൾ സമയം 7:20 കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണ്? ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു സമയം തന്നിട്ട് പ്രതിബിംബം ചോദിക്കുമ്പോൾ അല്ലെ, മിറർ ഇമേജ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ? പ്രതിബിംബം ഇന്നതാണ് എന്ന് പറയുന്നു എങ്കിൽ യഥാർത്ഥ സമയം ഒരു വ്യത്യാസവും ഇല്ല, അതേപോലെ തന്നെ. ഓക്കെ, 11:60 നിന്ന് കുറച്ചാൽ മതി. അപ്പൊ എന്താണ്? ക്ലോക്കിലെ മിററിൽ കാണുന്ന സമയം 7:20 അല്ലെ, യഥാർത്ഥ സമയം ചോദിച്ചാൽ ഒന്നുമില്ല, 11:60 നിന്ന് 7:20 കുറയ്ക്കാം. ക്ലിയർ അല്ലേ? 4:40. അപ്പം പ്രതിബിംബം ചോദിച്ചാലും അതേപോലെ, പ്രതിബിംബം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാലും ഇതേപോലെ തന്നെ. ഇനി ക്ലോക്കിലുള്ള മറ്റൊരു ടൈപ്പാണിത്. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും രാവിലെ 7:20 തമ്മിലുള്ള കോണളവ് കണ്ടെത്തുക. അതായത് ഒരു സമയം തന്നിട്ട് കോണളവ് ചോദിച്ചാൽ. ക്ലിയർ ആണോ? ഇപ്പം 7:20 അല്ലെ, ഒരു സമയം നോക്കിയേ. ഇപ്പൊ 7 ഏകദേശം ഇവിടെ, ദെൻ 20 4ന്റെ അവിടെ അല്ലെ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഈ ആംഗിൾ. ഇത് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു അളവ്, ആ ഒരു രീതിയിലൊക്കെ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ അതിനൊന്നും പോവണ്ട. ഇങ്ങനെ ഒരു സമയം തന്നിട്ട് കോണളവ് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചേരെ 30h - 11/2m. എച്ച് എന്ന് പറഞ്ഞാൽ അവറിനെ സൂചിപ്പിക്കുന്ന, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഇവിടെ എച്ചിന്റെ അവിടെ ഇടുക, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ എമ്മിന്റെ അവിടെ ഇടുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം നമുക്ക് ഈ ചെറിയ ആംഗിൾ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവോ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ഒക്കെ വരുവാണെങ്കിൽ അത് നെഗറ്റീവ് അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ പറഞ്ഞു നമുക്ക് ചെറിയ ആംഗിളാ വേണ്ടതെന്ന് അല്ലെ. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 180-180 കൂടുതലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 360 നിന്ന് ആ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുന്നതായിരിക്കും ഉത്തരം, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യുക. ഇത് ചെയ്യുന്ന 180 ചെറുതായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്ക് ചെറിയ ആംഗിൾ തന്നെയാണ് കിട്ടിയത്. ഇനിയും നമുക്ക് കിട്ടിയ ഉത്തരം 180 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 360 നിന്ന് ആ വാല്യൂ കുറയ്ക്കുക. അപ്പൊ കിട്ടുന്നതാണ് നമ്മളുടെ ആൻസർ.
ക്ലിയർ ആണോ? അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. ഒരു സമയം തന്നിട്ട് കോണളവ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 30h മൈനസ് 11/2m. മണിക്കൂറിനെ സൂചിപ്പിക്കുന്നത് എച്ചിന്റെ അവിടെ ഇടുക, മിനിറ്റിനെ സൂചിപ്പിക്കുന്നത് എമ്മിന്റെ അവിടെ ഇടുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെറിയ ആംഗിൾ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്ത് കിട്ടുന്ന ഉത്തരം 180-നെക്കാട്ടിൽ കുറവാണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഇനി അതിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നിങ്ങൾ 360-ൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഒന്ന് ചെയ്തേ. തന്നിരിക്കുന്ന സമയം എന്താണ്? 7:20 അല്ലെ? അപ്പൊ 30h മൈനസ് 11/2m. 30 into 7 മൈനസ് 11/2 into 20. സോൾവ് ചെയ്തേ. 10 210 മൈനസ് 110 എത്ര വരും? 100 ഡിഗ്രി അല്ലെ? ഓക്കെ, 180-നെക്കാട്ടി ചെറുതാ. അപ്പൊ നമ്മളുടെ ആൻസർ ഇതാണ്, 100 ഡിഗ്രി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും രാവിലെ 10:10 തമ്മിലുള്ള കോൺ കണ്ടെത്തുക. എന്താണ് തന്നിരിക്കുന്ന സമയം? 10:10 അല്ലെ? കോൺ അളവ് കാണാൻ. അപ്പൊ എന്താ ചെയ്യണ്ടേ? 30h മൈനസ് 11/2m. 30 into 10 മൈനസ് 11/2 into 10 അല്ലെ? 30 into 10 എന്ത് വരും? 300 മൈനസ് എന്താ? 55 അല്ലെ? അപ്പൊ എന്താ വരുന്നേ? 5 4 245. അപ്പൊ 245 കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടിയ ഉത്തരം 180-നെക്കാട്ടി കൂടുതലാണ്. അപ്പൊ നമുക്ക് വലിയ ആംഗിളാണ് കിട്ടി, നമുക്ക് ചെറിയ ആംഗിൾ മതി. അപ്പൊ എന്ത് ചെയ്യണം? 360-ൽ നിന്ന് 245 കുറയ്ക്കുക. ക്ലിയർ അല്ലേ? എത്ര കിട്ടും? 115 ഡിഗ്രി. ഓപ്ഷൻ എ 115 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടൈപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതേപോലെ 3-4 ടൈപ്പുകൾ ഉണ്ട് ക്ലോക്കിൽ. അത് ഓരോന്നും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അതിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതേപോലെ തന്നെ റീസണിങ്ങിലാണെങ്കിലും മാത്സിലാണെങ്കിലും എല്ലാത്തിലെയും ടോപ്പിക്കുകൾ നമ്മൾ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ അതിന്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് മാത്സ് റീസണിങ് എന്നൊക്കെയുള്ള ഏരിയ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ? നമുക്കത് വായിച്ചു പഠിക്കുന്നതല്ല, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസുകളും അതേപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു എക്സാം എഴുതാനായിട്ട് പോകാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസും ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും വീക്ക്ലി എക്സാമും PDF നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇതാണ് കൊടുത്തിട്ടുണ്ട്, 8089200474. അപ്പൊ ഇതിലെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.